ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോയിൻ ബറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ കോയിൻ ബറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3.5 കപ്പ് മൈദ അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന മൈദയുടെ ബ്രാൻഡ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 1 മുട്ടയായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നിന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വിരവിയെടുക്കണം. ഇത് മാവിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് വിരവിയെടുത്തതിന് ശേഷം മാത്രം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. എനിക്ക് ഏകദേശം 1/4 കപ്പ് വെള്ളം ആയിട്ടുണ്ട്. ഇവിടുത്തെ മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അത് കറക്റ്റായിട്ട് അളവ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ 1/4 കപ്പാണ് എനിക്കായിട്ടുള്ളത്. അപ്പോൾ ഇതാ മാവ് ഈ ഒരു പരുവത്തിലായതിനു ശേഷം ഇതുപോലെ ഒന്നെങ്കിൽ ടേബിൾ കൗണ്ടറിലിട്ട് വിരവുക, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ബോർഡിൽ വെച്ചിട്ടൊന്ന് വിരവിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ തയ്യാറാവും. ഞാനിവിടെ 10 മിനിറ്റ് മാത്രമാണ് വിരവിയെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഡവ് മേക്കർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് ചെയ്താൽ ഇതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാവ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ മാവ് ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് 1 മണിക്കൂറോളം നനഞ്ഞ തുണി ഒന്ന് മൂടിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ ഗീയും 3 ടേബിൾ സ്പൂൺ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പാം ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. പാം ഓയിലാണ് ഏറ്റവും നല്ലത്. 1 മണിക്കൂറിന് ശേഷം ഇത് ഇങ്ങനെ ഇരിപ്പുണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടാവും നമ്മുടെ മാവ്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വിരവിയതിന് ശേഷം ഈ ഒരു പരുവാണ്, കറക്റ്റാണ് കേട്ടോ, വലിഞ്ഞ് വരുന്ന ഒരു പരുവേ. ഇനി നമുക്ക് ബോൾ പിടിക്കാം. ഞാനിവിടെ കുറച്ച് ബോൾ ആക്കിയിട്ടുണ്ട്. ചെറിയ ബോൾ മതി കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി 10 മിനിറ്റ് ഇത് മൂടി വെച്ച് കൊടുക്കണം. അതിന് മുമ്പേ തന്നെ കുറച്ച് ഓയിൽ ഇതിന് മുഴുവനായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മാവിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നനഞ്ഞ കോട്ടൺ തുണി വെച്ച് മൂടി കൊടുക്കുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടും. ഇത്ര മാത്രം വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ചെറിയ ബോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ബോർഡിലോട്ട് കുറച്ച് എണ്ണയാക്കി കൊടുക്കുക. നമ്മൾ നെയ്യും ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിലെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ബോർഡിൻ്റെ എല്ലാ വശത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ബോൾ എടുക്കുക. എന്നിട്ട് ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. എത്രത്തോളം നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് എണ്ണ വേണ്ടി വരും കേട്ടോ ഇതിനകത്ത്. ഞാൻ പാം ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ എടുത്താൽ അത്രയ്ക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് മാവിൻ്റേതാ 1/4 പോർഷനോളം വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കത്തി വെച്ചിട്ട്. ബാക്കിയുള്ള 1/4 പോർഷൻ അങ്ങനെ ഇരുന്നിട്ട് നമുക്കത് ഇതുപോലെ വലിച്ച് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ അതിനകത്ത് ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാത്തിലും. ഇനി ഓരോ ബോൾ എടുക്കുക. ഇതുപോലെ കൈയുടെ പത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ പാൻ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ ഓരോ പൊറോട്ടയും അതിനകത്ത് വെച്ച് കൊടുക്കാം. കോയിൻ പൊറോട്ട ആയതുകൊണ്ട് തന്നെ 3-4 പൊറോട്ട ഒരേ സമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പൊറോട്ടയുടെ ഒരു സൈഡ് നന്നായിട്ട് ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ച് കൊടുക്കരുത്.
ഒരു തവണ ഇതുപോലെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മാത്രം മറിച്ചിട്ട് മറു സൈഡും കൂടി വേവിച്ചെടുക്കുക. അത്ര മാത്രമേ പാടുള്ളൂ. ചുമ്മാ മറിച്ചിട്ട് കൊടുത്താൽ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് നഷ്ടമാവും. പൊറോട്ട അത്രയ്ക്ക് നന്നാവില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇപ്പോൾ ഇവിടെ എല്ലാം ആദ്യത്തെ റൗണ്ട് പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ടാവണം. നന്നായിട്ട് എണ്ണ ഉണ്ടായിരുന്നാൽ മാത്രമേ പൊറോട്ട അത്രയും നന്നായിട്ട് വരുള്ളൂ. അതേസമയം നമ്മുടെ കയ്യിൽ അത്രയും ചൂട് എഫക്റ്റ് ചെയ്യാണ്ടും ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണേ. അപ്പം നന്നായിട്ട് തന്നെ അതിൻ്റെ ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും നല്ല പൊറോട്ടയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. ഉപ്പിൻ്റെ അളവൊക്കെ വളരെ കറക്റ്റാണ്. മധുരവും അത്ര തന്നെ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതേസമയം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.